ഉമ്മച്ചി ആ കഴിക്കാൻ എന്തുവാ? കഴിക്കാൻ ബാ എന്തുവാ? പുട്ട്. പുട്ടിന് അറിയത്തില്ല. കറി എന്നാന്നറിയോ? പറ. അറിയില്ല. കറി ചുമ്മാ പറഞ്ഞുതരാം. പുട്ടും ഏത്തപ്പഴം പുഴുങ്ങിയതുണ്ട്. പിന്നെതാ നമ്മുടെ അടിപൊളി ഇന്നലത്തെ തേങ്ങായും മുളക് അരച്ച കറിയുണ്ട്. എന്താ മത്തി. പിന്നെതാ ഒരു സാധനം കൂടെ ഉണ്ട്, ഇന്നലത്തെ കേരക്കറിയുണ്ട്. അപ്പം ഇന്ന് രാവിലെ പുട്ടും ഏത്തപ്പഴം ആവശ്യമുള്ളവർക്ക് ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോലുള്ള മധുരം കഴിക്കാത്ത ആൾക്കാർക്ക് മീൻകറി. അപ്പോൾ പുട്ടുണ്ടാക്കുന്ന ദിവസങ്ങളിൽ ബീഫാണെങ്കിൽ തന്നെ കഴിച്ചോളൂ. മീൻകറി ആണെങ്കിൽ നമുക്കൊരു ചെറിയ പരിപാടിയുണ്ട്. പുട്ടും മീൻകറിയും ഒരു പപ്പടവും പിന്നെ അച്ചാറുണ്ടെങ്കിൽ ഇച്ചിരി അച്ചാറും കൂടെ കിട്ടാൻ കുഴച്ചിട്ട് ഞാനങ്ങ് വാരിത്തരും, വാരി കൊടുക്കും. അപ്പം പിന്നെ നൈസായിട്ട് പൊക്കോളും പുട്ട് എങ്ങോട്ട് പോയി എന്ന് പോലും അറിയാൻ വയ്യ അല്ലേ. വാരി കൊടുക്കുന്ന ദിവസങ്ങളിൽ ഇഷ്ടമില്ലാത്ത കറികളാകുമ്പോൾ നമ്മൾ ഒറ്റപ്പണി ചെയ്തേക്കും, കുഴയ്ക്കുക, അങ്ങോട്ട് വാരി കൊടുക്കുക, പരിപാടി പെട്ടെന്ന് കഴിയും. ഇവിടെ ആ പുട്ടിൻ്റെ ആവ് തന്നല്ല ഉണ്ടാവും. അയാനും അയ്മായിക്കും വീണ്ടും ഒരു അവധിയും കൂടെ കിട്ടിയല്ലേ. ഇന്നെന്താ അയാന അവധി? ഇന്നെന്തോ അയാനെ അവധി? പണി മുടക്ക്. സത്യമായി എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ രാവിലെ പുട്ടും മീൻകറിയും ഏത്തപ്പഴം കഴിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വന്നോളൂ. ഇവിടെ പുട്ട് റെഡിയാണ്. ഇവിടെ നല്ല ചൂട് കൂട്ട് കാണിച്ചു കൊടുക്കാം. കേട്ടോ, അതെ തട്ടാൻ പോണേ മറ. ഓ തെറിച്ച് ആ ഇതെന്തോടെ തുറക്കാത്ത. ഇതാ നല്ല ചൂട് പുട്ട്, നല്ല സോഫ്റ്റ് പുട്ട്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യും. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ ശരി, ബൈ.